വിശേഷ ദിവസങ്ങളിൽ പായസം വെക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അല്ലേ? ഇന്ന് നമ്മളൊരു പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ടു ദ ചാനൽ TV on DT, TV on ഡൈനിങ് ടേബിൾ. പായസം നിങ്ങൾക്ക് ഏതാ പായസം ഇഷ്ടം? എനിക്ക് പാലട. പാലട. ജെറിക്കിന് ഏതൊക്കെ പായസം ഉണ്ടെന്ന് അറിയാവോ? എന്തൊക്കെയാന്ന് പറഞ്ഞേ. ടീസ എന്ന് പറഞ്ഞ പായസത്തിന്റെ പേരുകള്. ജെറിക്കെന്ന് പറഞ്ഞേ. പ്രഥമൻ എന്ന് പറഞ്ഞേ. എന്തുവാ? പെതന്തയോ? പ്രഥമൻ അല്ല, പ്രഥമൻ. പിന്നെ സേമിയ. സേമിയ. പിന്നെ പാലട. ഇന്ന് നമ്മള് ഏത് പായസം വെക്കുന്നതെന്ന് അറിയാമോ? ഏതാ ഏതാ? എനിക്ക് ഗസ്. ജെറിക്കിനറിയാവോ? പപ്പ അമ്മ ഏത് പായസം വെക്കാൻ പോകുന്നതെന്ന് അറിയാവോ? അറിയാവോ? ഇല്ല. നമ്മൾ ഇന്ന് സേമിയ പായസമാണ് വെക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് സേമിയ പായസം വെക്കുന്നതെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വന്നാലോ? നോക്കാം. ആദ്യമേ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ശേഷം നമുക്കൊരു ഉരുളി ടൈപ്പ് പാത്രം അടുപ്പത്ത് വെച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 100 ml ആണ്. ഇതിന്റെ ഒരു പകുതി, ഒരു 50 ml നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം അണ്ടിപ്പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് മാറ്റാം. അണ്ടിപ്പരിപ്പെല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. 50 ഗ്രാം കിസ്മിസ് ആണ്. കിസ്മിസ് ഒരു വീർത്തൊരു ഉണ്ടപ്പരുവം ആവുന്നിടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവം മതിയാവും. നമുക്ക് ജസ്റ്റ് പാത്രത്തിലോട്ട് മാറ്റാം. ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റാം. കിസ്മിസും നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കപ്പലണ്ടി കുറച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. കപ്പലണ്ടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതും വാങ്ങാം. വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് തേങ്ങാക്കൊത്ത്. ഇതും ഓപ്ഷണലാണ്. ജസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇതും എടുക്കാം. തേങ്ങാക്കൊത്തും മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. തേങ്ങാക്കൊത്തും നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനിയും സെയിം ഉരുളിയിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇപ്പം വറുത്ത സേമിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വറക്കാത്ത ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുത്താൽ മതിയാവും. നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന സേമിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. സേമിയ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ചൂടാക്കിയ സേമിയ നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ 200 ഗ്രാം വറുത്ത സേമിയാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെയിം ഉരുളിയിലേക്ക് പാല് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 കവർ പാലിൽ നിന്ന് 1 ഗ്ലാസ് മാറ്റി വെച്ചതിന് ശേഷമുള്ള പാലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 6 ഗ്ലാസ് വരും 2 കവർ പാലെന്ന് പറയുമ്പം അതിൽ 1 ഗ്ലാസ് മാറ്റി ഇത് 5 ഗ്ലാസ് പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് പച്ചവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി വരണം. പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന സേമിയ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ ചേർത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഏകദേശം നമുക്കൊരു 7 to 8 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇളക്കി നമുക്ക് ഈ സേമിയ നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വേവ് ഏകദേശം പകുതി പാകമായൊക്കെയാണ്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒരു 100 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒരു 200 ഗ്രാം ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാത്തവർ പഞ്ചസാര അതനുസരിച്ച് കൂട്ടി ഇടേണ്ടതാണ്. ഇത് നമുക്കൊരു 200 ഗ്രാം ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. വേവ് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിക്നെസ് കുറവ് മതി എന്നുള്ളവർക്ക് അതനുസരിച്ച് പാല് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ഒരു പിഞ്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മധുരം കുറവല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് പാകം മധുരമാണ്. നമ്മൾ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പഞ്ചസാരയും ഒരേപോലെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പാകം മധുരമാണ്. വേവ് ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന കാഷ്യൂനട്ട്, അതുപോലെ തന്നെ കിസ്മിസ്, കപ്പലണ്ടി, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊന്ന് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം ജീസാക്കി കൊടുക്കട്ടെ, ചേച്ചിക്ക് കൊടുക്കട്ടെ. ചേച്ചി ഒന്ന് കഴിച്ചേ, ഇച്ചിരി എടുത്തിട്ട് കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. അടുത്തോടി എന്നിട്ട് മിടുക്കി മിടുക്കി. എനിക്ക് കുഞ്ഞിനെ തരാം. എങ്ങനെയുണ്ട് ജീസാമ്മേ? ടേസ്റ്റ് ഉണ്ട്. മധുരം ഉണ്ടോ? ഇനി ജെറിക്കിന് കൊടുക്കാം. ജെറിക്കിന് ഇങ്ങനെ ഇച്ചിരി എടുത്തിട്ട് ആവളന്നേ. കൊള്ളാമോ? കൊള്ളാം. ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒന്നും കൂടെ കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ കിസ്മിസ്, കൂടാതെ തേങ്ങാക്കൊത്ത്, കൂടാതെ കപ്പലണ്ടി, ഇത്രയും സാധനം കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം നല്ലപോലെ ചവയ്ക്കാനൊക്കെ ഇടയ്ക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഓപ്ഷണൽ ആണെന്നാണ് പറഞ്ഞത്. മറ്റേ ഈ തേങ്ങാക്കൊത്തും കപ്പലണ്ടിയും ഒക്കെ അതുകൂടെ ഒക്കെ ഒന്ന് ചേർത്ത് ഉണ്ടാക്കുമ്പോഴായിരിക്കും എന്നൊരു വെറൈറ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പ ഇച്ചിരി കുടിച്ചോട്ടെ. മൊത്തം പപ്പ കുടിച്ചോട്ടെ പ്ലീസ്. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. പപ്പ മൊത്തം കുടിച്ചോട്ടെ. പിള്ളേർക്കൂടെ ഞാൻ വേറെ ഒരു പാത്രത്തിലാക്കി കൊടുക്കാൻ പോവാണ്. ഇനി നിങ്ങളെല്ലാവരും ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് പായസം ഇങ്ങനെ വെച്ച് കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. കൂടാതെ ഇത് ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ, ടാറ്റാ.